ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്റെ ലുമോന്റെ കൂടെയാണ്. ഓക്കെ, ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ വന്നേക്കുന്നത് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അൺബോക്സ് ചെയ്യാനാണ്. എന്തൊക്കെയാണെന്നൊന്ന് നോക്കണ്ടേ, ആരൊക്കെ എന്തൊക്കെ തന്നിക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പൊട്ടിക്കല്ലേ ബേബി? ഫസ്റ്റ് ഗിഫ്റ്റ് തന്നെ ഒന്നും തുറന്നിട്ടില്ല, കുറച്ച് ദിവസമായി. പക്ഷെ ഞാൻ ഒന്ന് തുറന്ന്, അതെന്റെ ബേബിന്റെ ഗിഫ്റ്റ് ഞാൻ തുറന്നു. ബിക്കോസ് ദാറ്റ് ഈസ് ഓൾവേസ് പ്രഷ്യസ് ദാൻ എനിത്തിങ്. ഇത് കണ്ടോ, ദിസ് ഈസ് മൈ ഗിഫ്റ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യെസ്, ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എനിക്ക് ഇവിടുന്ന് നെക്ലേസ് വാങ്ങണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു നെക്ലേസ് വാങ്ങി തന്നു ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. അപ്പൊ ഈ നെക്ലേസ് എനിക്ക് ഇങ്ങനെ എന്താ പറയാ, ഡയമണ്ട് നെക്ലേസ്, അതുപോലെ തന്നെ സിൽവറിന്റെ നെക്ലേസ് ഭയങ്കര ഇഷ്ടമാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇങ്ങനത്തെ നെക്ലേസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോവാം. അടുത്തത് ഞങ്ങൾ ലുലു മോളിലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ലുലു മോളിൽ നിന്ന് ഒരാള് വന്നിട്ട് ഒരു ഗിഫ്റ്റ് തരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഗിഫ്റ്റാണ് ഇത്. കുറെ ചോക്ലേറ്റ്സ്, പിന്നെ പെർഫ്യൂം. ഓക്കെ, പെർഫ്യൂം ഉണ്ട്. അതുപോലെ തന്നെ ഇത് എവിടെയാണ്? ഫുള്ള് ചോക്ലേറ്റ് ആയിരുന്നു. ഫുൾ ചോക്ലേറ്റ് ഉണ്ട്. യുകെന്ന് ഒരു പുള്ളിക്കാരി അയച്ചു തന്നാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ രഞ്ജിത്തേട്ടന്റെയും അനു, അതായത് തഹസിന തടയും കൂടെ വീട്ടിലോട്ട് അയച്ചു തന്ന സാധനമാണ് നമ്മളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ എവിടെയെന്ന് ചേട്ടൻ വിളിച്ച് ചോദിച്ചു. നമ്മള് ലുലുവിൽ പറഞ്ഞു. അപ്പൊ കയ്യോടെ അവര് ലുലുവിൽ വന്ന് ഇതിലെ മിഠായി ഒക്കെ ഞങ്ങൾ തീരാനായി ഏകദേശം. പിന്നെ ഇതിൽ എന്താണുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ ഡോളിന്റെ ഉള്ളിൽ ഞാൻ നോക്കുമ്പോ ഇതെന്താ ഒട്ടിച്ച് വെച്ചേക്കും. എന്താ നോക്കി നോക്കട്ടെ. ചെലപ്പോ ഇതിന്റെ ഉള്ളിലത്തെ എന്തോ സാധനമായിരിക്കും. ഇത് എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില്. ബാറ്ററി അല്ലേ? ഇതെന്താ നോക്കട്ടെ ഞാൻ. ഇതെന്താ അത് ബാറ്ററിയാണ്. ഇതെന്താ ഓണാക്കി എന്താ വർക്ക് ചെയ്യിക്കാൻ പറ്റും നമുക്ക്. നോക്കട്ടെ ഞാൻ. സൈഡിലല്ലേടാ? അതെ. എന്തോരം പിള്ളേരെ വീട്ടില്. ഇതെന്താ വർക്ക് ചെയ്യാത്തത്? ഓണല്ലേ? ഇത് ഓഫ് ആക്കിയോ? ബാറ്ററി ഇടണം അല്ലേ? ബാറ്ററി ഇല്ലേ? ബാറ്ററി ഉണ്ടാവുമല്ലോ. ബാറ്ററി പിന്നെ നോക്കാം. ഓക്കെ, സോറി ഫോർ ദ ലാഗ് ഗൈസ്. എന്തെങ്കിലും കിട്ടിയാ പിന്നെ അതിന്റെ പുറകെ പോവും. എന്തോ ഒന്നത് വർക്ക് ചെയ്യിപ്പിക്കണ്ടോ? ഓക്കെ, നെക്കിട്ടായിരിക്കും, അല്ലാതെ ഇടക്കിടങ്ങനെ ഓണാക്കി പുറത്തെടുത്തതാക്കുന്നത്. ഓക്കെ, ഫൈൻ. അത് നമുക്ക് പിന്നെ നോക്കാം. ഇനി നമുക്ക് അടുത്തത് ഒരു ഗിഫ്റ്റ് ഏതാന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഗിഫ്റ്റ്. ഇതെന്താ സാധനം? ഇതൊരു നമുക്കിങ്ങനെ സ്റ്റാൻഡിൽ വെക്കാനുള്ള ഒരു സാധനമാണ്. ഞാൻ പൊട്ടിക്കാണ്. എല്ലാം ഒന്ന് പൊട്ടിച്ച് ഞാൻ തകർക്കും. ഇതാര് തന്നാന്ന് ഞാൻ അറിയില്ല. ഇത് ആര് തന്നാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ചില ഗിഫ്റ്റ് ഒക്കെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഗിഫ്റ്റ് എനിക്കറിയാം. ചിലതൊക്കെ എന്താ പറയാ, ഇത് കണ്ടോ, നല്ലൊരു സ്റ്റാച്ചു ആണ് അല്ലേ? ഇനി അടുത്തത് നമ്മുടെ ബിന്നി ചേച്ചിയുടെ ആണ്. ബിന്നി ചേച്ചിന്റെ ഗിഫ്റ്റ് എന്താന്ന് ബിന്നി ചേച്ചി കുശാലായിട്ട് കുശാലിന്റെ അടുത്ത് അയച്ചിട്ടുണ്ട് കേട്ടോ. കുശാൽസ് ജ്വല്ലറി ഫാഷൻ വീട്ടിൽ നിന്ന് കേട്ടോ. ബിന്നി തന്ന ഗിഫ്റ്റ് നമ്മൾ പൊട്ടിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി ഇത് കുറച്ച് തുറന്നൊക്കെ നോക്കിയനും. എന്റെ ക്യൂരിയോസിറ്റി. ഇത് ബിന്നിയാ? അല്ല, ഇത് ബിന്നിയല്ല. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ സിൽവർ നെക്ലേസ് ആണ് കേട്ടോ. എനിക്ക് നെക്ലേസ് ആൻഡ് എവറിത്തിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യം. എന്തത്? യെസ്. ഐ തിങ്ക് ഷീ നോ മൈ ടേസ്റ്റ്. കാരണം എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസ് എന്നോട് എനിക്ക് ഭയങ്കര താല്പര്യം. അത് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമല്ലേ? നല്ല ക്യൂട്ട് ആയിട്ടുള്ള നെക്ലേസ്. ഐ ലവ്ഡ് ഇറ്റ്. ജസ്റ്റ് ഒന്ന് കഴുത്തിൽ വെച്ചോക്ക്. തുറക്കണോ അല്ലേ? തുറക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. അന്നത്തെ ഓള് പറയുകയും ചെയ്തു, അന്നത്തെ ഒരു ഡ്രസ് ഇല്ലേ, ഏത് ഞാൻ എന്റെ ബർത്ത്ഡേ ഡ്രസ്, അതിന് മാച്ച് ആവുന്ന ഒരു നെക്ലേസ് ആണെന്ന് പറഞ്ഞു. നല്ല രസമുണ്ട്. ഇത് സോ ബ്യൂട്ടിഫുൾ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വെരി ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഞാനിത് സൂക്ഷിച്ച് അവിടെ വെക്കാൻ പോവാണ്. കുശാലിന്റെ കവറിലിട്ട് വെച്ചോ. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആയിരുന്നു ബിന്നിൻ്റെത്. ഇനി ഞാൻ തരാം. യെസ്,
അടുത്തത് നമ്മൾ എന്താന്നൊരു ഡൗട്ട്, ഇത് എന്താണ് സംഭവം, പൊട്ടിച്ച് നോക്കാം. ഓക്കെ, യാ സാരി ഇതാരാ തന്നത്? ഒനീലേട്ടന്റെ അമ്മ എങ്ങാനുമാണോ തന്നത്? സാരി നല്ല രസമുണ്ട് അല്ലേ, ബ്യൂട്ടിഫുൾ കളർ. ഇത് നോക്കിയേ, തുറക്കല്ലേ വെച്ചാ മതിയെ. ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർ. ഹുമെവർ ആരാ തന്നെന്ന് വെച്ചാല് റിയലി ലവ്ഡ് ഇറ്റ്. ഇതുണ്ടോ അതിന്റെ കര ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ഓ അടിപൊളി അടിപൊളി, സൂപ്പർ. ഞാൻ നേരത്തെ കണ്ടിരുന്ന സാരി ആയിരുന്നു, അപ്പൊ ഞാൻ വിചാരിച്ച ആര് സാരി തന്നേന്നുള്ളത്. നല്ല രസം. എനിക്കിതൊരു ദിവസം ഇടാം. ഞാൻ എന്തായാലും ഇത് ഒരു ദിവസം ഇട്ടിട്ട് വ്ളോഗിൽ വരുന്നതായിരിക്കും. ഇതാരായിരിക്കും തന്നത്? എന്തായാലും ചോദിക്കാൻ. പക്ഷെ എനിക്ക് ചില ആൾക്കാര്, എനിക്ക് എന്താ എന്റെ കൈ തന്ന ആൾക്കാരെ പേരൊക്കെ എനിക്ക് അറിയാട്ടോ ആരാ തന്നെന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് വെക്കുന്നത്. ചില ആൾക്കാര് എന്റെ കൈ തന്നിട്ടില്ല, ഇവളെ കയ്യിലോ അതോ വേറെ ആരുടെയോ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു പിടുത്തല്ല ആരാ തന്നത്. നെക്സ്റ്റ്, നീ അടുത്തത്. ഇതെനിക്കറിയാം, ഇത് ദിയ ചേച്ചി തന്നതാ. ഇത് ദിയ ചേച്ചി തന്നതാണ്. ഇതെനിക്കും അറിയാം. പുള്ളിക്കാരി ഞാൻ ലാസ്റ്റ് ഡേ ഒരു മൂക്കുത്തി കുത്തിയിട്ടുണ്ടായിരുന്നു, ഒരു സിൽവർ മൂക്കുത്തി ആണല്ലേ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഉണ്ടായിരുന്ന എപ്പിസോഡില്? ഞാൻ പോയതിന് മുന്നേ പോയിട്ട് ഞാൻ പോയിട്ട് നീ മൂക്കുത്തി എന്റെ എലക്ഷൻ ഡേയില് ഞാൻ മൂക്കുത്തി കുത്തിയിരുന്നു. ഞാൻ ആ എപ്പിസോഡ് കണ്ടില്ല. അപ്പൊ ഈ ഒരു മൂക്ക് കുത്തിയാണ് തന്നേക്കുന്നത്. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈന്റെ തട്ടത്. നല്ല രസമുണ്ട്, നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇനി അടുത്തത് ആരുതാന്നറിയോ? ഇനി അടുത്തത് ആരുതാന്ന് വെച്ചാല് നമ്മളെ സ്വന്തം അല്ലു വെർജിൻ്റെതാണ്. ഇത് ഏതാ സാധനം എന്നൊക്കെ. അതെ, ലാസ്റ്റ് അങ്ങനെ മുടിയോട്ടി വന്നപ്പോ നമ്മൾ അവനെ അല്ലു വെർജിൻ ആക്കി എടുക്കും. അല്ലു വെർജിൻ ഇവൻ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഏത് ഗിഫ്റ്റാണ്. ഇപ്പൊ എങ്ങാനും ആണോ എന്തോ, ഇവനായോണ്ടെങ്കിൽ വിശ്വസിക്കാൻ കുറച്ച് പണിയുണ്ട്. പെട്ടിയിലൊക്കെ ഈ ഒരു ബ്രാൻഡ് ഞാൻ എവിടെ കണ്ടു. അതെ, അല്ലു വെർജിൻ ഫ്രജൈലാണെന്ന് ഗായ്സ്. നോക്കി തുറക്കെ. നോക്കാണെങ്കി എന്തിനു കണ്ട പിന്നെ അവന്റെ പൊതിച്ചോറ് കണ്ട ഈച്ചയുടെ കൂട്ടാണ്, മധുരം കണ്ട ഉറുമ്പിന്റെ കൂട്ട്. അത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് ടു നോ എന്താണ് ഗിഫ്റ്റ്, ബിക്കോസ് ഐ ഓൾവേസ് ലവ് ടു റിസീവ് ഗിഫ്റ്റ്സ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അടുത്ത ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് അമ്മക്ക് വേണ്ടേ? അടുത്ത ബർത്ത്ഡേക്ക് എനിക്ക് ഫോൺ, എനിക്ക് ഇലക്ട്രോണിക്സ്, എനിക്ക് ഡയമണ്ട് നെക്ലേസ്. ഓ അതെന്താ അവന്റെ മുടി പോലത്തെ ഒരു യൂണിക്കോൺ. സോഫ്റ്റാ? യെസ്, റിയലി സോഫ്റ്റ്. ലുമോന്റെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മഞ്ജുവും ചിഞ്ചുവും ഉണ്ട്. നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയി പാർപ്പിക്കുന്ന സത്യം. ബട്ട് ഐ ലവ് ദിസ്. നല്ല രസം. ഇപ്പൊ ഞാൻ ബെഡ്മേന്ന് പുറത്തായി. സോ സോഫ്റ്റ്. താങ്ക് യു അല്ലു വെർജിനെ. ഐ ക്യാൻ ഹഗ് ദിസ് ഓൾ ദ ടൈം. അപ്പൊ ഞാനോ കഞ്ഞിയിൽ പാറ്റയായിട്ടോടത്തേണ്ടി. അപ്പൊ ഇത് വെക്കട്ടെ. ലിയോ എടുക്കുന്നുണ്ട്. ശരിക്കും ലിയോ കിടക്കുന്ന പോലെ ഉണ്ടോ? ലിയോനെ എടുക്കുമ്പോ ഞാൻ ചന്തിക്കിട്ട് ഒരു അടി കൊടുക്കല്ല ലിയോ. രസം. ഓക്കെ, നല്ലല്ലേ? യെസ് യെസ്, നല്ല രസം, സോഫ്റ്റ് ആൻഡ് ക്യൂട്ട്. ഇത് നമ്മളെ തൊട്ടപ്പുറത്ത് ഫ്ലാറ്റിലുള്ള 2 മക്കളുണ്ട്, ഓല് തന്നതാട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അവര് തന്നെയാണ് നമുക്ക് മഞ്ജുവിനെ ചിഞ്ചുവിനെ തന്ന. പക്ഷെ ഈ തുമ്മല് ഇവക്ക് കൊടുത്തത് പടച്ചോനാണ്. എന്താ പഠിച്ചതില്ലേ? അപ്പൊ ഈ ഒരു ബൊക്കെ ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് നമ്മള് രാവിലെ ഇവള് പോത്തോലോട് ഉറങ്ങാറുണ്ട്, രാവിലെ പിള്ളേര് വന്ന് തന്നതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഭയങ്കര ഒരു നല്ലൊരു സംഭവം കാണാൻ, നല്ല ക്വാളിറ്റി സാധനം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ് ഉള്ളത്? തീർന്നു. ഞാൻ എടുത്തു തരാം. ഇനി അടുത്തത് ഈ ഗിഫ്റ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളെ ജാസ്മിനും റസ്മിനും കൂടെ തന്ന ഗിഫ്റ്റ് ആണ്. ഇതാണ് നമ്മളുടെ ഓർമ്മ. ആണ്. ഇത് പൊട്ടിച്ച് നോക്കാം. പാക്കിംഗ് ആൻഡ് എവറിത്തിങ് അടിപൊളിയാട്ടോ. എനിക്ക് പൊട്ടിക്കാനും തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്.
ഇല്ല, ഇത് വേറൊരു പുള്ളിക്കാരി കാനഡയിൽ നിന്ന് റസ്മിനോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചാർന്ന ഒരു സാധനം, ഒരു പെർഫ്യൂം. അത് ഏതാന്നൊരു ഐഡിയ ഇല്ല, കാരണം ഇതിലും കൂടി ഉണ്ട്. നമ്മള് ഇത് തന്നെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒന്ന് ചോദിച്ചു നോക്കാളോട്. യെസ്, ലേഡി മില്യൺ. ഗൈസ്, നിങ്ങൾക്ക് ഈ ബ്രാൻഡ് അറിയോ? ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് സ്മെൽ ഇറ്റ്. ഓ വാവ്, ഇതൊക്കെ ഇതുണ്ടോ? ക്യൂട്ട്, സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ചേച്ചിന്റെ പേര് അറിയൂല കേട്ടോ, ബട്ട് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഞാൻ ഒന്ന് സ്മെൽ നോക്കട്ടെ, അടിച്ചു നോക്കട്ടെ. എവിടെ അടിക്കണ? അവിടെ അടിച്ച് എങ്ങനെ മണത്തു? ഞാൻ മണത്തോണ്ടി വരും. ആ അപ്പൊ തന്നെ മണത്താൻ പാടില്ല പെർഫ്യൂം. തൂത്തോളഞ്ഞ മണത്തോക്കിയ നല്ല മണം. ഓ, താങ്ക് യു സോ മച്ച്. എന്താ പറയാ ആ ചേച്ചിനോട്, ബിക്കോസ് എനിക്കിതിന്റെ സ്മെല്ല് ഐ റിയലി ലവ്ഡ് ഇറ്റ്. അടിപൊളി, ഇറ്റ്സ് വർത്ത്. അപ്പൊ ഇതാണ് ആ പെർഫ്യൂം. ഞാൻ ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്നൊക്കെ എനിക്ക് പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചേച്ചി റസ്മിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഓളോട് വാങ്ങാൻ പറഞ്ഞിട്ട് ഓള് വാങ്ങിയതാട്ടോ ഇത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് പെർഫ്യൂം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്തത് ഇത് എനിക്ക് തോന്നുന്നു ജാസ്മിനോ റസ്മിനോ ആരോ ഒന്ന് വാങ്ങിയതാണ്. നോക്കി നോക്കാം എന്താ ഉള്ളത്. ജാസ്മിൻ വാച്ച് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? ഐ തിങ്ക് സോ. ഓക്കെ, കേട്ടിട്ടുണ്ട്. എന്താ മഞ്ഞപ്പത്രക്കാരുടെ കൂട്ട് പറഞ്ഞല്ലോ. ഉറക്ക പാത്തു. ഓ, സോ ഇതാണ്. പൊട്ടിച്ച് നോക്കാം. നേരക്ക് പൊട്ടിക്കടാ. നേരക്ക് എന്നാ പൊട്ടിച്ച്. ലെറ്റ് മീ സീ. ഓ വാവ്, ഇതുണ്ടോ? അഞ്ജന ചേച്ചി എന്തോ തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ റബ്ബ് ഇത് ആരാണ് പേര് തന്നത്? റിയലി സോറി ഗൈസ്, ആരാ തന്നത് എനിക്ക് അറിയാൻ പാടില്ല അവസ്ഥ. ഓക്കെ, ആരാണെങ്കിലും സോ ഗുഡ്. നൈസ് നെക്ലേസ്, നല്ല രസമുണ്ട് കേട്ടോ. പാർട്ടി വെയർ. മെല്ലനിയിൽ തന്നെ വെക്കാം. പിന്നെ ഒരു സ്റ്റഡും കൂടെ ഉണ്ട് ഇതിന്റെ. നല്ല രസമുണ്ട് അല്ലേ? നൈസ്. ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കാം. അടുത്ത ഗിഫ്റ്റ് എടുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, അത് തീർന്നു. ഇതൊക്കെ കാലിയായി. അടുത്തത് വരാം. ഇത് മീനു തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. മീനു ഓള് പ്രത്യേകം പറഞ്ഞ് ഓള് എന്താ പറയാ ഈ MYOP ഇല്ലേ, അവിടുന്ന് ഉണ്ടാക്കിപ്പിച്ച ഒരു സ്പ്രേ പെർഫ്യൂം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ സ്മെൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടുന്ന് ഒരു പെർഫ്യൂം വാങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു. ലെറ്റ് മീ ട്രൈ ദിസ്. ഓക്കെ, ആ മൂടിയിലടിച്ചോ. ഓ, അത് അടിച്ചപ്പോ ഇവിടെ വരെ എനിക്ക് സ്മെല് കിട്ടി. വാവ്, തന്നെ നോട്ടെ. ഇത് മാഷ്മെല്ലോ ഫ്ലഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലവണ്ണം മാഷ്മെല്ലോന്റെ സ്മെൽ ഉണ്ടാവും. സോ ഗുഡ്, നല്ല രസമുണ്ട് മണം, നല്ല സ്മെല്ല്. അടിപൊളി അടിപൊളി. സ്ട്രോബെറി കോക്കനട്ട് വിപ്ഡ് ക്രീം ടോപ്പ് നോട്ട്സ്. ഹാർട്ട് നോട്ട്സ് എന്തൊക്കെയാ അറിയോ? പിങ്ക് പെപ്പർ, ഓറഞ്ച് ബ്ലോസം, മാഷ്മെല്ലോ. ബേസ് നോട്ട്സ് വാനില, ബീൻ മസ്ക്. ഓ വാവ്, നൈസ്. I loved it. ഞങ്ങളോട് പറഞ്ഞത് പ്രാവശ്യം മോക്ക് കൂടുതൽ പെർഫ്യൂംസ് ആയിരിക്കും കിട്ടുക. ഇത് നമുക്ക് റീഫിൽ റീയൂസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അവിടെ പോയാ. ഇനി അടുത്ത ഗിഫ്റ്റ് ഇത് മീനു ആണെന്നാണ് എന്റെ ഡൗട്ട്. സെയിം കവറിലായിരുന്നോ? ആ, സെയിം കവറിലാണ്. അപ്പൊ ഇതും നമ്മുടെ മീനു. ഇത് മീനു നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അതെ അതെ, ഇത് പെർഫ്യൂം തന്നെയാണ്. കിട്ടിയ പെർഫ്യൂം. എനിക്ക് പ്രാവശ്യം ഒരുപാട് പെർഫ്യൂംസ് തന്നിട്ടുണ്ട്. കാരണം നമ്മള് കുളിക്കൂലല്ലോ, അതുകൊണ്ട് അതൊന്നും അല്ല കേട്ടോ. നമ്മൾ കുളിക്കണമെന്നൊന്നും വലിയ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പൊ എനിക്ക് പെർഫ്യൂം അടിച്ച് മാത്രം നടന്നാൽ.
എനിക്ക് അതുപോലെ എല്ലാരും കണ്ടറിഞ്ഞ് തന്നാന്ന് കുളിക്കാത്തോണ്ടല്ലേ? ഇഷ്ക്. വാവ്, നൈസ് നൈസ് അല്ലേ? മൂടിയിലടി നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ. നൈസ്. മണത്ത് നോക്കിയാ നല്ല സ്മെല്ല്. എന്താ വെച്ചിരിക്കുന്നത്? നൈസ് നൈസ്, അടിപൊളി, ഇഷ്ടമായി. അപ്പൊ നമ്മള് അടുത്തത് നമ്മളുടെ ജാസുവിന്റെ ഗിഫ്റ്റിലോട്ട് പോവാണ് ഗായ്സ്. അവിടെ നേരത്തെ തുറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ തുറന്ന, എനിക്ക് വെറുതെ ഒന്നൊരു ആകാംക്ഷ മൂത്തിട്ട്. എനിക്ക് ഗിഫ്റ്റ് കണ്ട പ്രാന്താണ് ഗൈസ്. ഞാൻ എപ്പം വേണേലും പൊട്ടിച്ച് തുറന്നു നോക്കും. കല്യാണം പ്രാന്താണ്. നിങ്ങൾ ബിഗ് ബോസ് പോയപ്പോ കണ്ടെന്ന് എനിക്കറിയാം. യെസ്, എനിക്ക് ഓൾറെഡി പ്രാന്താണ്. അത് അതിൽ വെച്ച് കാണിക്കേ. ഓ സോറി ഫോർ ദാറ്റ്. ഓ ഞാൻ കാണിക്കാം, ഞാൻ കയ്യിലിട്ട് തന്നെ കാണിക്കാം. ദിസ് ഇസ് ദാറ്റ് വാച്ച്, ടൈറ്റാനിന്റെ. സോറി, നിർത്ത്. ടൈറ്റാനല്ല, ഫാസ്റ്റ് ആക്കാം. അത് സാരമില്ല. കണ്ട, ഇതാണ് നമ്മളുടെ ബാത്റൂം. ബേബി അത് ഓക്കെ, ഫാസ്റ്റ് ആക്കാൻ ക്ഷമിക്കൂ എന്നോട്. ഓക്കെ, നിർത്തുന്നു. അത് കയ്യിലിട്ട് കാണിക്ക്. ഞാൻ കയ്യിലിട്ട് കാണിച്ചത്. എനിക്ക് ഞാനിപ്പോ മെലിന അസ്ഥി കൂടെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ആദ്യത്തെ കൈ ആണെങ്കിൽ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നത്തെ കൈ ആണെങ്കിൽ പറ്റേനും. ഇപ്പൊ ഞാൻ മെലിന് ഇപ്പൊ എനിക്ക് ഈ കയ്യിൽ വെച്ചത് കാണിച്ചാൽ മതി. ലൂസാണെന്ന് കാണിക്കാനല്ല, കയ്യിൽ വെച്ചിട്ടൊന്ന് കാണിക്കാൻ. അല്ല, കയ്യിൽ വെച്ച് കാണിക്കാൻ. ലൂസാണെന്ന് കാണിക്കുന്നേള് കണ്ടാ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ഇത് എടുത്ത് കളയണം. ഒരു കണ്ണി എടുത്ത് കളഞ്ഞ കണ്ണി അതവിടെ പോയിട്ട് ചെയ്യാം. കണ്ടോ, അടിപൊളി വാച്ച് അല്ലേ? നല്ല റിസൾട്ട്. അപ്പം നമ്മളെ ജാസ്മോൾക്ക് ഒരുപാട് താങ്ക്സ്. ജാസ്മിൻ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബിക്കോസ് ഐ ലവ് ഇറ്റ്. എനിക്ക് ഇഷ്ടമായി. അവസാനായില്ല കേട്ടോ, അവസാനായി. ബർത്ത്ഡേന്റെ ഗിഫ്റ്റിന്റെ അവസാനായി. ഇനി നമുക്ക് ഗിഫ്റ്റ് വരാനുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ഇതാരാ തന്നത്? ഇത് അഞ്ജന ചേച്ചി തന്നതാണ്. അഞ്ജന ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. ചേച്ചി പേര് ഓക്കെ, അങ്ങനെ അഞ്ജന ചേച്ചി നമ്മൾ പറയുന്നത്. അഞ്ജന ചേച്ചി നിങ്ങൾക്ക് അറിയാൻ മതി, നമ്മുടെ ലൈൻ കട്ടിൽ അഞ്ജന ചേച്ചി. യെസ്. നൈസ്. ഡ്രസ് എന്തായിരുന്നു ഇവിടെ എപ്പോഴും എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഐ ലവ് ഡ്രസ്. നൈസ്, വാവ്, സോ ഗുഡ്. ഇത് കണ്ടോ, അതിന്റെ കഴുത്ത് കാണിക്കി. അടിപൊളിയല്ലേ? നല്ലത്, എനിക്ക് ഇഷ്ടമായി ഇത്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ റെയിൻബോ കളേഴ്സ് ഉള്ള ഡ്രസ്സസ് ഇല്ലായിരുന്നു. എനിക്ക് എടുക്കണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു. ബട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ. ബട്ട് ഐ റിയലി ലവ് ദിസ്. ഓ വാവ്, നൈസ്. നല്ല രസമുണ്ട് അല്ലേ? നല്ല കംഫർട്ടബിൾ ആയി കിട്ടാലും. ആണാണ്. യെസ് യെസ്. ഇനി ഇതും കൂടെ നോക്കട്ടെ. ഇഷ്ടമായി. നൈസ്. ഓ, ഇതും വെറൈറ്റി ഉണ്ടോ? നമുക്കില്ലാത്തൊരു സാധനേ. ഇതാകുമ്പോ ഇതിന്റെ അടിയിൽ പാന്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇട്ട് പോവേഗം. നൈസ് അല്ലേ? നമുക്കില്ല ഇങ്ങനത്തെ. ഇല്ല, എനിക്കില്ല അങ്ങനത്തെ ഡ്രസ്. നല്ല രസമുണ്ട് ഗൈസ്. ഇല്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല രസമുണ്ട്. നൈസ് നൈസ്, ഐ ലവ്ഡ് ഇറ്റ്. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അഞ്ജന ചേച്ചി. ദിസ് മീൻസ് എ ലോട്ട്. നല്ല രസമുണ്ട്, സത്യം പറയാലോ. എനിക്കില്ലാത്ത ഡ്രസ്സാണ്. ഡ്രസ്സിന്റെ കളറും അതുപോലെ തന്നെ ഡ്രസ്സിന്റെ ഒരു മോഡലില്ല. യെസ്, ഈ ഒരു മോഡലില്ല എനിക്ക്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിലയേറിയ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ബിക്കോസ് എനിക്ക് എല്ലാ ഗിഫ്റ്റും ഈക്വലി ഇഷ്ടമായെന്ന് പറയാലോ. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല ഗിഫ്റ്റ്സ് ആണ് എനിക്ക് തന്നത്. ഈ ഒരു ബർത്ത്ഡേക്ക് നമുക്ക് ഇത്ര ഗിഫ്റ്റ് കിട്ടുന്നതല്ലേ? എക്സാക്ട്ലി. എനിക്ക് എൻ്റെ ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. എനിക്ക് കാരണം എന്താ വെച്ചാൽ കുറെ ഗിഫ്റ്റ്, കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ ബർത്ത്ഡേക്ക് വന്നു. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആക്ച്വലി. അതുകൊണ്ട് എനിക്ക് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടൊക്കെ ഉണ്ടാവും ഗിഫ്റ്റ് തന്ന ആൾക്കാരുടെ പേര് പറഞ്ഞപ്പോ. ചിലർക്ക് വരാനും പറ്റിയിട്ടില്ല. അതിന്റെ വിഷമങ്ങളൊക്കെ ഉള്ളൊരു കൊച്ചു തന്നെയാണ് കേട്ടോ. ചില ആൾക്കാർക്കൊന്നും വരാനൊന്നും പറ്റിയില്ല. അപ്പൊ അനുമോളാണെങ്കിൽ വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അനുമോള് അതുപോലെ തന്നെ ഷാനവാസ്ക ഒക്കെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ വരാൻ പറ്റിയില്ല, എന്തോ സാഹചര്യം കൊണ്ട്, തിരക്കുകൊണ്ട്.
അപ്പൊ എനിക്കെല്ലാം ഇഷ്ടമായി ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. അപ്പം തന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ആൻഡ് യെസ് ഐ ലവ്ഡ് ഇറ്റ്. ബൈ.